നമസ്കാരം. 80 ദിവസത്തെ റെക്കോർഡ് തിരുത്തുന്ന ട്രിവാൻഡ്രം ട്രാക്കത്തോൺ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ട്രാക്കത്തോൺ കഥ രണ്ടാമത് വരാം. നമ്മൾ 1-ാം തീയതി തന്നെ കഴിഞ്ഞ മാസത്തെ സെപ്റ്റംബറിലെ കണക്ക് എത്രയായിരിക്കും, പോർട്ട് കൈകാര്യം ചെയ്ത വോളിയം എത്രയായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന നൽകിയിരുന്നു. കപ്പലുകളുടെ എണ്ണം ചുരുങ്ങി 39 കപ്പലുകളായപ്പോൾ തന്നെ മുൻ മാസങ്ങളിലെ ശരാശരി വെച്ച് കണക്ക് കൂട്ടിയിട്ട് ഏകദേശം 85,000 എന്നൊരു കണക്ക് പറഞ്ഞിരുന്നു. വലിയ തെറ്റുപറ്റിയിട്ടില്ല. സൗത്ത് ഇന്ത്യയിലെ കണക്കുകൾ ലഭ്യമായപ്പോൾ നമ്മുടെ പോർട്ട് 86,225 കണ്ടെയ്നറുകളാണ് ഹാൻഡിൽ ചെയ്തത്. 1,00,000 കവിഞ്ഞു പോകേണ്ട മാസമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, പോർട്ടിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ കേരള സർക്കാർ ബോധപൂർവം സൃഷ്ടിച്ച, സ്വന്തം പോർട്ടിനോട് സൃഷ്ടിച്ച തിരിച്ചടിയാണ് ഇതെന്ന് ഈ ചുരുങ്ങിയ കണക്കിൽ 1,00,000 പോലും തികയ്ക്കാൻ പറ്റാത്ത സെപ്റ്റംബർ മാസം 86,225 39 കപ്പലുകൾ വെച്ച് ശരാശരി നോക്കുമ്പോൾ ഒരു കപ്പൽ നിന്ന് 2,210 ഒരു കപ്പൽ നിന്നുള്ള കയറ്റിറക്കുമതി. അതിൽ തന്നെ അതിനു മുമ്പുള്ള നമ്മുടെ കണക്ക് വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടിയത് 2,199 ആയിരുന്നു. ഇപ്പോൾ ഒരല്പം കൂടിയിട്ടുണ്ട്, 2,210. വിശദമായ കണക്കുണ്ട്. തെക്കേ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളുടെയും കണക്കുകൾ ലഭ്യമാണ്. ഇപ്പോൾ അത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ന്യൂസ് ലെറ്ററിൽ അത്തരം കണക്കുകൾ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. എന്നാലും നമ്മൾ ഒരു താരതമ്യമൊന്നും നടത്തുന്നില്ല. നമ്മൾ ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ടും താരതമ്യം നടത്തില്ല എന്നുള്ളത് സെയിലിംഗ് കമന്ററിയുടെ ഒരു പോളിസിയാണ്. നമുക്ക് മത്സരിക്കുവാനുള്ളത് വിദേശ പോർട്ടുകളുമായിട്ടായതിനാൽ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ നമ്മുടെ അദാനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലാണ്. പക്ഷെ അവരുടെ കണക്ക്, സെപ്റ്റംബർ മാസത്തെ കണക്ക് എത്ര തെരഞ്ഞിട്ടും ലഭ്യമല്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ആ ഒരു കണക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കുക. കാരണം ആ പോർട്ടുമായിട്ടാണ് ഏകദേശം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വെസ്റ്റേൺ ഇന്റർനാഷണൽ ടെർമിനലുമായിട്ടാണ്. ആ വിവരം ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ സെയിലിംഗ് കമന്ററിക്ക് കൈമാറണം. ഇവിടെ ട്രാക്കത്തോൺ, തുടക്കത്തിൽ പറഞ്ഞ ട്രാക്കത്തോൺ, നമുക്ക് ഇപ്പോഴുള്ള റെക്കോർഡ് 80 ദിവസമാണ്. TRVയിലിരുന്ന ഒരു കണ്ടെയ്നർ ബ്രസീലല്ല അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ എത്താൻ എടുത്തത് 80 ദിവസമാണെങ്കിൽ ഇന്നലെ എനിക്കൊരു പെരുമഴയായിരുന്നു. കണ്ടെയ്നറുകളുടെ ഒരു ആറാട്ടായിരുന്നു. വർക്കല സ്വദേശി രാജു ആദ്യമായിട്ടാണ്, അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്ന് എണ്ണൂർ പോർട്ട്, കാമറാജ് പോർട്ടിൽ നിന്ന് നിരന്തരം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ദിവസം 100-150 കണ്ടെയ്നറുകളെങ്കിലും വരികയും പോവുകയും ചെയ്യുന്ന കാഴ്ച അദ്ദേഹം ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും ദിവസമായിട്ട് ഇതൊന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലം കുറച്ച് ദൂരെയാണ്. പക്ഷേ ഈ പോർട്ടിനടുത്ത് എന്തോ ഒരു ചെറിയ ജോലി കോൺട്രാക്ട് വർക്കിന് വന്നതുകൊണ്ടാണ് ഇത്രയും ചിത്രങ്ങൾ കിട്ടിയത്. കുറെ അയച്ചിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം ആ റെക്കോർഡ് തിരുത്തുന്നതാണ്. 80 ദിവസം എന്നുള്ള റെക്കോർഡ് തിരുത്തിയിട്ട് 107 ദിവസത്തിലോട്ട് ഒരു ചാടി കയറുകയാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മളെന്താണ് 4ാമത്തെ ശക്തി, 3ാമത്തെ ശക്തി എന്നൊക്കെ ആലോചിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ അടിസ്ഥാനപരമായ തകരാറ് തിരുത്താൻ ഏത് ഗവൺമെന്റ് ആയാലും, കേന്ദ്രമായാലും സംസ്ഥാനമായാലും തമിഴ്നാടായാലും കർണാടകയായാലും എല്ലാവരുടെയും ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന കപ്പൽ മേഖല, കടൽ മേഖല. അവിടെ കണ്ടെയ്നറുകളുടെ പോക്കുവരവ് വൈകുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്, പ്രത്യേകിച്ച് ഈ ലോജിസ്റ്റിക് കോസ്റ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗഡ്കരി മന്ത്രി. അദ്ദേഹം പോലും ഈ വിഷയം ഇതുവരെയും പരാമർശിച്ചതായിട്ട് സെയിലിംഗ് കമന്ററി കണ്ടിട്ടില്ല. ഇവിടെ ജൂൺ മാസത്തിൽ പുറപ്പെട്ട ഒരു കണ്ടെയ്നറാണ് 17/6, 2 ഡേറ്റ് മാത്രം ഞാൻ പറയാം. 17/6/25 ജൂൺ മാസത്തിൽ പുറപ്പെട്ടു എന്ന് മാത്രമല്ല, പോർട്ടുകളുടെ എണ്ണം, കപ്പലുകളുടെ എണ്ണം
ആദ്യമായിട്ടാണ് ഇത്രയും പോർട്ടുകൾ കടന്നു വരുന്നതും ഇപ്പൊ ഇത്രയും കപ്പലുകൾ മാറുന്നതും. 17/6/25 ചാൾസ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കയിലെ പോർട്ട്. അപ്പൊ ചാൾസ്റ്റൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ജാക്സൺ വില്ലയിൽ നിന്ന് നമുക്ക് നേരിട്ട് കപ്പൽ TRVയിൽ വന്നിട്ടുണ്ട്. ആ പോർട്ടിന്റെ അടുത്തുള്ള പോർട്ടാണ് ചാൾസ്റ്റൺ. അവിടെ നിന്ന് 17/6/25 തിരിച്ചത്. പിന്നെ ഞാൻ പേര് പറയുന്നില്ല, ഈ പേര് പറഞ്ഞാൽ ചിലപ്പോ ഇത് ഏതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും, കമ്പനി ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ഗൾഫിലെ ഒരു പോർട്ട്. ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് വരുന്നത് ഏകദേശം 31 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. 31 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് മുണ്ട്രയാണ്. മുണ്ട്രയിൽ നിന്ന് പിന്നെ കൊച്ചി. അവിടെയും തീരുന്നില്ല ഈ പറയുന്ന നമ്മുടെ ഗതികേട്. കൊച്ചിയിൽ നിന്ന് പിന്നെ പോകുന്നത് വിശാഖപട്ടണത്താണ്. ഈ 800 വരേണ്ട കണ്ടെയ്നർ 800 വരുന്നില്ല. അതിന് പകരം കൊളംബോ ചുറ്റി വിശാഖപട്ടണത്തോട്ട് പോയിട്ട് വിശാഖപട്ടണത്തു നിന്നാണ് പിന്നെ 800 വരുന്നത്. 800 വരുന്നത് 1/10/25 17/6 6 മാസം 7 മാസം 8 മാസം 9 മാസം 10 മാസം. 1/10 ചെന്നൈ പോർട്ടിലെത്തി. 4/10 ഇന്നലെ കണ്ടെയ്നർ പുറത്തിറങ്ങിയപ്പോഴാണ് രാജു ചിത്രമെടുത്തത്. 107 ദിവസം പോർട്ടിലെത്താൻ, 107 ദിവസം പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ 4 ദിവസം കൂടി ചേരുമ്പോൾ 111 ദിവസം. ഒരു കണ്ടെയ്നർ ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ജാക്സൺ വില്ലയിൽ നിന്ന് TRVയിലോട്ട് MSC റിക്കു എന്ന് പറയുന്ന ഒരു കപ്പൽ വന്നിട്ടുണ്ട്. എടുത്തത് കേവലം 29 ദിവസമാണ്. 29 ദിവസം. ഈ 29 ദിവസത്തിന്റെ സ്ഥാനത്താണ് 111 ദിവസം എടുത്തുകൊണ്ട് ഒരു കണ്ടെയ്നർ, ലാഡൻ കണ്ടെയ്നർ എന്നാണ് ചാൾസ്റ്റണിൽ നിന്ന് തിരിക്കുമ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ലാൻഡ് എക്സ്പോർട്ടാണ്, അവിടെ നിന്ന് കാർഗോയാണ്. ഈ കാർഗോ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ഇന്ത്യയിലിരിക്കുന്ന ഒരു വ്യവസായി, വ്യാപാരി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നയാൾ എന്തിനാണ് ഇറക്കുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണോ? അതിവിടെ വന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് പോകാനുള്ളതല്ലേ? അങ്ങനെ പോകാനുള്ള ഒരു കണ്ടെയ്നർ 111 ദിവസമൊക്കെ വൈകിക്കഴിഞ്ഞാൽ ആ ചരക്ക് കൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? ആ നഷ്ടം അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് വേറെ ഈ 29 ദിവസം എന്നുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് അറിവില്ല. കപ്പൽ കമ്പനികൾ പറയുന്നു ഇത്രയും ദിവസം വൈകും എന്ന് പറഞ്ഞാൽ വൈകും. അദ്ദേഹത്തിന് വേറെ വിമാനത്തിലോ ട്രെയിനിലോ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം സഹിക്കും. അദ്ദേഹം അത് വേറൊരു കാര്യം അന്വേഷിക്കില്ല. 111 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്, അപ്പോഴും എത്തിയിട്ടില്ല. ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെ അറിയാൻ പറ്റുള്ളൂ. ആ വിവരവും സെയിലിംഗ് കമ്പനി തരാൻ ശ്രമിക്കാം. എന്തായാലും 29 ദിവസം കൊണ്ട് ഈ ജാക്സൺ വില്ലയും ചാൾസ്റ്റണും തമ്മിൽ 181 നോട്ടിക്കൽ മേലെ അകലമുള്ളൂ. അത്ര തൊട്ടടുത്തുള്ള പോർട്ടാണ്. അപ്പൊ 29 ദിവസം എന്നുള്ള പോട്ടെ, ഇനി ചിലപ്പോൾ 28 ആവാം, അല്ലെങ്കിൽ 30 ആവാം. എങ്ങനെ പോയാലും 3 മാസത്തോളം ലാഭിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രാക്കിംഗ്. അപ്പൊ രാജുവിന്റെ ട്രാക്കിംഗ് ആണ് ഇപ്പൊ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ശ്രീനാഥിന്റെതാണ് 80 ദിവസം എന്നുള്ള ഒരു ഈ ബ്യൂണസ് അയേഴ്സിൽ പോയതെങ്കിൽ ഇതിപ്പോ 111 ദിവസം എടുക്കുന്ന ഒരു ട്രാക്കിംഗ് കണ്ടെത്താനാണ് ശ്രീ രാജു ചെന്നൈയിൽ നിന്നുള്ള ഈ ചിത്രം അയച്ചപ്പോൾ സെയിലിംഗ് കമ്പനിക്ക് ഈ കണക്കുകൾ മനസ്സിലായത്. രാജു അയച്ച കണ്ടെയ്നർ വിശദമായിട്ട് നോക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതോടൊപ്പം ഈ 111 ദിവസത്തിനോടൊപ്പം അദ്ദേഹം നമ്മൾ സാംസങ് എന്ന് കേട്ടിട്ടുണ്ട്, സാംസങ് അല്ലെ? പിന്നെ നമ്മൾ സഞ്ജു സാംസങ്ങും ഒക്കെ കേട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ ചെന്നൈയിൽ നിന്ന് പോകുന്നത് സാംസങ് എന്ന് പറയുന്ന ഒരു പുതിയ പോർട്ടാണ്. സെയിലിംഗ് കമ്പനി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോർട്ട് കേൾക്കുന്നത്. സാംസങ് ചെങ്കടൽ നമുക്കറിയാമല്ലോ. ചെങ്കടലല്ല, ഇത് ചാവുകടലാണ്. ചാവുകടൽ, ബ്ലാക്ക് സീ എന്ന് പറയുന്ന ടർക്കിയുടെ മറുവശമാണ്. ടർക്കിയുടെ മറുവശത്തുള്ള ഒരു പോർട്ടാണ് സാംസങ്. അതിന്റെ ഡീറ്റെയിൽസും ദിവസങ്ങളും ഒക്കെ പിന്നീട് അവതരിപ്പിക്കും. എന്നാലും പേര് കേട്ടപ്പോൾ അതുകൂടി ഇപ്പോൾ പറയണമെന്ന് തോന്നി. സാംസങ് പോർട്ട്. പിന്നെ ഒരു കണ്ടെയ്നർ പോകുന്നത് പോളണ്ടിലെ ഗഡൈനിയ എന്ന് പറയുന്ന പോർട്ട്. അപ്പൊ അങ്ങനെ പുതിയ 2 പോർട്ട് കൂടി അറിയാൻ അദ്ദേഹത്തിന്റെ. അത് മാത്രമല്ല, ഒരു ഇതില് 20/10/25 ഈ 20-ാം തീയതി MSCയുടെ ഒരു കപ്പൽ വെഴിഞ്ഞത്ത് വരുന്നുണ്ട്. നമ്മുടെ TRVയിൽ വന്ന ട്രാൻസ്ഷിപ്മെന്റ്, ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കപ്പൽ. MSC പോലും അവരുടെ സൈറ്റിൽ ഈ കപ്പൽ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തരം വിവരങ്ങൾ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു ഇത്തരം ട്രാക്കിങ്ങിലൂടെ. മറിയ സെവേറിയ എന്ന് പറയുന്ന കപ്പൽ ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു കണ്ടെയ്നർ
നമ്മുടെ ഇവിടെ 20:10 ട്രാൻസ്ഷിപ്മെന്റിലൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള പുതിയ വിവരങ്ങൾ പലതും ലഭിക്കാൻ ഇത്തരം ട്രാക്കിങ്ങിലൂടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഒരു കാര്യം, ഇന്നലത്തെ നമ്മുടെ റെയിൽവേ സ്റ്റോറി, തൂത്തുക്കുടി ട്രിവാൻഡ്രം പുതിയ ലൈനിനെ കുറിച്ചിട്ട് അവിടുത്തെ പാസഞ്ചർ അസോസിയേഷൻ, നാഗർകോവിൽ സൈഡിലെ പാസഞ്ചർ അസോസിയേഷനിലെ ഒരു ചാൾസ് രാവിലെ തന്നെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. റെയിൽവേ ഓൾറെഡി സാങ്ഷൻഡ് എമൗണ്ട് to survey for third line between TRV and Nagarcoil. This third line will be extended up to Tuticorin as a dedicated freight corridor. നമ്മൾ 2 ലൈനിന്റെ കാര്യമാണ് നമുക്ക് അറിയാവുന്നത്. ഇത് 3ാമത്തെ ലൈനിനെ കുറിച്ചാണ് സർവേ നടത്തുന്നതെന്നും ആ സർവേക്കുള്ള പണം അനുവദിച്ചുവെന്നും 3ാമത്തത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആയിരിക്കുമെന്നുമാണ് ഈ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ ചാൾസ് സെയിലിംഗ് കമന്ററി അറിയിച്ചത്. എന്ത് വേഗതയിലാണ് തമിഴ്നാടാണോ കേന്ദ്ര സർക്കാരാണോ ആരാണ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം, ആരായാലും അവരെ അഭിനന്ദിക്കണം. കേരള സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുള്ളിടത്ത് തമിഴ്നാട് സർക്കാരിനെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെയും നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഡൽഹിയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു രാവിലെ തന്നെ. പ്ലീസ് കൺഫേം വൺസ് ഗേറ്റ് ഓപ്പൺ ഡേറ്റ് ഡിക്ലെയർഡ്. ഒരിക്കൽ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് ഇവിടെ ഡൽഹിയിൽ ഇരിക്കുന്ന ആളാണ്, ഓർക്കണം. ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് വരെ നമ്മുടെ ഗേറ്റ് തുറക്കുന്ന കാര്യത്തിൽ താല്പര്യമുണ്ട്. ഗേറ്റ് ഓപ്പൺ ഡേറ്റ് ഡിക്ലെയർഡ് ഓർ ഫൈനലൈസ്ഡ്, അങ്ങനെ ഒരു തീയതി പ്രഖ്യാപിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം അദ്ദേഹത്തെ അറിയിക്കണമെന്ന് ഡൽഹിയിൽ ഇരിക്കുന്നയാൾ ആവശ്യപ്പെടുന്നു. മൊത്തത്തിൽ നാട്ടുകാരെല്ലാം വളരെ ആവേശത്തിലാണ്, എക്സെപ്റ്റ് നമ്മുടെ നമ്പർ 1 കേരളം.